കണ്ണൂർ ജില്ലയിലെ ചെങ്കോട്ടയാണ് മട്ടന്നൂർ. CPMലെ KK ശൈലജ ടീച്ചറാണ് സിറ്റിംഗ് MLA. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60,000-ൽ പരം വോട്ടുകൾക്കാണ് ശൈലജ ടീച്ചർ ജയിച്ചു കയറിയത്. കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷവും ഇതുതന്നെയായിരുന്നു. ഇനി 2026 സ്ഥാനാർത്ഥി സാധ്യതകളിലേക്ക് വന്നാൽ LDFന് വേണ്ടി CPM പരിഗണിക്കുന്ന പേരുകൾ സിറ്റിംഗ് MLA KK ശൈലജ ടീച്ചർ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P പുരുഷോത്തമൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. KK ശൈലജ ടീച്ചർ മണ്ഡലം മാറി മത്സരിച്ചാൽ മാത്രമാണ് P പുരുഷോത്തമനും EP ജയരാജനും സാധ്യതകൾ വർദ്ധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ടീച്ചർ തന്നെ തുടരും. ഇനി UDF സാധ്യതകൾ പരിശോധിച്ചാൽ നിലവിൽ RSP ആണ് മട്ടന്നൂരിൽ മത്സരിച്ചു വരുന്നത്. പക്ഷേ ഇത്തവണ സീറ്റ് കോൺഗ്രസിന് RSP വിട്ട് നൽകി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് പ്രധാനമായും 2 പേരുകളാണ് അവിടെ പരിഗണിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി, KPCC അംഗം രാജീവൻ എളയാവൂർ എന്നിവരാണ് ഈ 2 പേരുകൾ. ഇരുവരും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറെ സ്വീകാര്യരുമാണ്. രാജീവൻ എളയാവൂർ KC വേണുഗോപാലിൻ്റെ അടുത്ത അനുയായിയാണ്. ചന്ദ്രൻ തില്ലങ്കേരി ഇന്ന് കണ്ണൂർ ജില്ലയിലെ പ്രധാന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. ഇവരിൽ ഒരാൾ കോൺഗ്രസിന് വേണ്ടി മട്ടന്നൂരിൽ മത്സരിക്കും. NDAക്ക് വേണ്ടി BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴിയും മത്സരിക്കും. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഇടതുകോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ UDF ഇത്തവണ ഇറങ്ങുമ്പോൾ വമ്പൻ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താൻ LDFും ഇറങ്ങുന്നു. മട്ടന്നൂരിൻ്റെ ഒരു കടുത്ത രാഷ്ട്രീയ മത്സരത്തിനായി നമുക്കും കാത്തിരിക്കാം.